ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് പതിവിലും കൂടുതൽ നേരത്തെ എണീറ്റുണ്ടായിരുന്ന ദിവസമായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, ഇന്നിപ്പോൾ ഉമ്മാനെ ചെക്കപ്പിന് കൊണ്ടുപോകുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കണം. രാത്രിയിൽ കഴുകി വെച്ച കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴുകാനുള്ള കുറച്ച് പാത്രങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോൾക്കൊന്ന് സ്കൂളിലേക്ക് ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറൊക്കെ ഞാൻ നീറ്റപ്പോൾ തന്നെ വേഗം തീമിട്ടിട്ടുണ്ട്. കറിയാണെങ്കിൽ തലേ ദിവസം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയതുണ്ട്. പിന്നെ സോയാബീൻ വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മതി അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 6 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉമ്മയും ആങ്ങളെയും കൂടെ അവിടുന്ന് വീട്ടിൽ നിന്ന് വരും. അങ്ങനെ ഞാനും ഇവിടുന്ന് കയറുകട്ടോ ചെയ്തത്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്താനായിട്ടുണ്ട്. ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇവിടെ. അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ചെന്നപ്പോൾ തന്നെ വേഗം ടോക്കണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉമ്മയും ആങ്ങളെയാണെങ്കിൽ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെറിയൊരു കടിയും ഒരു ചായയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉമ്മാക്ക് അങ്ങനെ കാര്യമായിട്ട് ഒന്നും തന്നെ കഴിക്കാൻ പറ്റില്ല. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ചെറിയ പൊടിയരിക്കഞ്ഞി മാത്രമാണ് ഉമ്മ ഈ 3 നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വായിലെ മുറിവുകളൊന്നും ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് നല്ല വേദനയുണ്ട്. അതുകൊണ്ട് ഇവിടെയാണ് കഞ്ഞി കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരു ചായ വാങ്ങിക്കൊടുത്ത് കൂടെ കഴിക്കാനാണെങ്കിൽ ഒരു വട്ടയപ്പം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ആവിക്ക് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെറുങ്ങനെ ഇങ്ങനെ പൊടിച്ച് കൈകൊണ്ട് ഇങ്ങനെ പതുക്കെ കഴിക്കുകയാണ്. അതൊരു 1/4 ഭാഗമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, അത്രേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വന്ന് ഞങ്ങൾക്ക് ടോക്കൺ 25 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. പുറത്ത് നല്ലൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമാണ്. പുറത്ത് നല്ലൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കേട്ടോ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ടോക്കൺ അനുസരിച്ച് മാത്രമേ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് വിളിക്കുകയുള്ളൂ. അങ്ങനെ ടോക്കണായി ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് പുറത്തേക്ക് ഇറങ്ങിട്ടോ. അപ്പോൾ മോനെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. മോനെ കൂട്ടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഉമ്മക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോവാണ്. അങ്ങനെ സമയം ഇപ്പോൾ 2 മണിയായി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുക്കത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നാടൻ ഫുഡ് കിട്ടുന്നൊരു ഹോട്ടലിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ആങ്ങളെയും നാടൻ ചോറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉമ്മാക്ക് ഞങ്ങൾ ചെറിയ പൊടിയരിൻ്റെ കഞ്ഞി വാങ്ങിക്കൊടുത്ത് അതിങ്ങനെ സമയമെടുത്ത് ഉമ്മ കഴിക്കുക. അത്രയും നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അങ്ങനെ പതുക്കെ കഴിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കടയിലും ഇറങ്ങി ഒരു വീട്ടിലേക്കും പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.